അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ എന്നതാണ് നമ്മുടെ ഇന്നത്തെ പാഠം. കോപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ പരസ്പര സഹകരണം, പ്രോസ്പർ പറഞ്ഞാൽ അഭിവൃദ്ധി. പരസ്പരം സഹകരണവും ആ സഹകരണത്തിലൂടെ ഉണ്ടാവുന്ന അഭിവൃദ്ധിയും എന്നാണ് നമ്മുടെ ടൈറ്റിലിൻ്റെ അർത്ഥം. അതായത് ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷീരോത്പാദന കേന്ദ്രമായ ഇന്ത്യ, അതായത് എന്ത് പാല് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ് അല്ലേ. അപ്പോൾ ആ ഒരു വിജയകരമായ പാലുൽപാദനത്തിൻ്റെയും അതുണ്ടാക്കിയ അഭിവൃദ്ധിയുടെയും ചെറിയ ഒരു കഥ. ഓക്കെ, അത് എങ്ങനെയെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. India is one of the largest producers of milk today. Yet in the past, the farmers who reared cattle and produced this huge amount of milk in the country remained poor, though they worked very hard. India is one of the largest producers of milk today. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, വൺ ഓഫ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. Yet in the past, the farmers who reared cattle and produced this huge amount of milk in the country remained poor, though they worked very hard. എന്നിട്ടും ഇന്ത്യ ഒന്നാം സ്ഥാനത്തായിട്ടും, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമായിട്ടും, ഇൻ ദി പാസ്റ്റ് കഴിഞ്ഞ കാലങ്ങളിൽ, ദി ഫാമേഴ്സ് ഹൂ റിയർഡ് കാറ്റിൽ, ഈ കന്നുകാലികളെ വളർത്തിയിരുന്ന, റിയർ പറഞ്ഞെങ്കിൽ വളർത്തുക, റിയർ പാസ്റ്റ് റിയർഡ് വളർത്തുക, പോറ്റുക, കാറ്റിൽ കന്നുകാലികൾ അല്ലേ. അപ്പോൾ കന്നുകാലികളെ പോറ്റിയിരുന്ന കർഷകർ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ദിസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മിൽക്ക്, ഇത്ര അധികം ഈ ഒരു വലിയ എമൗണ്ട് മിൽക്ക് ഉണ്ടാക്കിയിരുന്ന നമ്മുടെ കർഷകർ ഇൻ ദി കൺട്രി, ഈ രാജ്യത്ത്, റിമെയിൻഡ് പുവർ, പാവങ്ങളായി തന്നെ നിലനിന്നു. റിമെയിൻ പറഞ്ഞെങ്കിൽ ബാക്കിയായി, റിമെയിൻ പാസ്റ്റ് റിമെയിൻഡ് ബാക്കിയായി, പുവർ പാവങ്ങളായിട്ട്, ദരിദ്രരായിട്ട് തന്നെ. ദൗ ദേ വർക്ക്ഡ് വെരി ഹാർഡ്, അവർ വളരെ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ദൗ പറഞ്ഞെങ്കിൽ ഉണ്ടെങ്കിൽ പോലും, എന്നിരുന്നാലും, എന്നിരുന്നാലും, ദേ വർക്ക്ഡ് വെരി ഹാർഡ്, അവർ വളരെ അധ്വാനിച്ചിട്ടുണ്ടെങ്കിലും, വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിലും, ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച് ഈ കർഷകർ കാലങ്ങളോളം എന്തായിരുന്നു, ദരിദ്രരായി തന്നെ നിലനിന്നു. This story is about how Sardar Vallabhbhai Patel, a freedom fighter and the first deputy prime minister of India, helped to improve the lives of the cattle farmers of Gujarat. This story, ഈ കഥയാകുന്നത് about ആരെക്കുറിച്ച്, എന്തിനെക്കുറിച്ചാണ്? ഹൗ, എങ്ങനെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, എ ഫ്രീഡം ഫൈറ്റർ, അദ്ദേഹം ആരാണ്? ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും, ആൻഡ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായ, ഉപപ്രധാനമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേൽ ഹെൽപ്ഡ്, എങ്ങനെയാണ് സഹായിച്ചത്, എന്തിന്? ടു ഇംപ്രൂവ്, പുരോഗമിക്കാൻ, ദ ലീവ്സ് ഓഫ് ദി കാറ്റിൽ ഫാമേഴ്സ് ഓഫ് ഗുജറാത്ത്, ഗുജറാത്തിലെ കന്നുകാലി കർഷകരുടെ ജീവിതങ്ങൾ അഭിവൃദ്ധിപ്പെടാൻ, പുരോഗമിക്കാൻ ഇദ്ദേഹം, സർദാർ വല്ലഭായ് പട്ടേൽ, എന്ത് മാർഗമാണ് സ്വീകരിച്ചതെന്ന് ഈ കഥയിലൂടെ നോക്കാം. ഇംപ്രൂവ്, ഡെവലപ്പ് അല്ലേ, പുരോഗമിക്കുക, ഓഫ് ഗുജറാത്തിലെ ഫാർമർ, ബൈ ഓർഗനൈസിങ് ദം, അവരെ സംഘടിപ്പിക്കലിലൂടെ, സംഘടിപ്പിക്കുക, ഓർഗനൈസേഷൻ സംഘടന അല്ലേ, ഓർഗനൈസർ സംഘടിപ്പിക്കുക, ദം അവരെ സംഘടിപ്പിക്കുക വഴി, ഇൻടു എ കോഓപ്പറേറ്റീവ് കോൾഡ് ദി അമുൽ ഡയറി എന്ന് പേരുള്ള ഒരു സംഘടനയിലേക്ക്, ഒരു കോഓപ്പറേറ്റീവ്, ഒരു പരസ്പര സഹകരണ സംഘടനയിലേക്ക് എങ്ങനെയാണ് ഇദ്ദേഹം സംഘടിപ്പിച്ചത്, ആ കർഷകരെ എത്തിച്ചത് എന്ന് നമുക്ക് ഈ കഥയിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ കർഷകരെ ഇദ്ദേഹം എന്താക്കി, സംഘടിപ്പിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിക്കുന്ന എല്ലാ കർഷകരെയും, പാലുൽപാദിപ്പിക്കുന്ന എല്ലാ കർഷകരെയും പരസ്പരം സഹകരിക്കുന്ന ഒരു യൂണിറ്റാക്കി, ഒരു സംഘടനയാക്കി മാറ്റി. ആ സംഘടനയ്ക്കുള്ള പേരാണ് അമുൽ ഡയറി. ഓക്കെ, ഈസ് ദർ എനിവൺ ഇൻ ഇന്ത്യ ഹു ഹാസ് നോട്ട് സീൻ ദിസ് അഡ്വർടൈസ്മെൻറ്റ്? ദിസ് ലിറ്റിൽ ഗേൾ ഹാസ് created history by being the longest running mascot for Amul Butter. നമ്മുടെ
ഈ പരസ്യം കാണാത്തവരായിട്ടുണ്ടോ? ഈസ് ദർ എനി ഓൺ ഇന്ത്യ? ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടോ? ഹു ഹാസ് നോട്ട് സീൻ ദിസ് അഡ്വർടൈസ്മെൻറ്റ്? ഈ ഒരു പരസ്യം, അഡ്വർടൈസ്മെൻറ്റ് പരസ്യം, ഈ പരസ്യം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ദിസ് ലിറ്റിൽ ഗേൾ ഹാസ് ക്രിയേറ്റഡ് ഹിസ്റ്ററി. ഈ ചെറിയ കുഞ്ഞ്, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചെറിയ കുഞ്ഞ് ക്രിയേറ്റഡ് ഹിസ്റ്ററി, ചരിത്രമുണ്ടാക്കിയിട്ടുണ്ട്. ബൈ ബീങ് ദി ലോങ്സ്റ്റ് റണ്ണിങ് മാസ്കോട്ട്, ബൈ ബീങ് ദി ലോങ്സ്റ്റ് റണ്ണിങ് മാസ്കോട്ട് ഫോർ അമുൽ ബട്ടർ. അമുൽ ബട്ടറിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഓടിയ ഒരു ഭാഗ്യദേവതയാണ്, ഒരു ഭാഗ്യ വാഹകയാണ് ആര്? ഈ പെണ്ണ്. അതായത് അമുലിന് വേണ്ടി, അമുലിൻ്റെ പരസ്യത്തിൽ ഒരുപാട് കാലം അഭിനയിച്ച ഒരു പെണ്ണാണ് ഈ പെണ്ണ്. അത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ഇന്ത്യയിൽ ആരും ഉണ്ടാവില്ല. മാസ്കോട്ട് പറഞ്ഞെങ്കിൽ ഭാഗ്യം കൊണ്ടുവരുന്നവർ, അതിനാണ് മാസ്കോട്ട് എന്ന് അറിയില്ല. പരസ്യങ്ങളിലെല്ലാം ഉണ്ടാവുന്ന ഒരു ഐക്കൺ ഉണ്ടാവില്ല, മാസ്കോട്ട്. മാസ്കോട്ട് പറഞ്ഞെങ്കിൽ ഭാഗ്യം കൊണ്ടുവരുന്നവർ, ഭാഗ്യം കൊണ്ടുവരുന്നവർ. ബ്രാക്കറ്റിലുണ്ടല്ലോ ഐക്കൺ, ഐക്കൺ പറഞ്ഞെങ്കിൽ പ്രതീകം, പ്രതീകം, സിമ്പിൾ, സിമ്പിൾ പറഞ്ഞെങ്കിൽ ചിഹ്നം. ഓക്കെ, മാസ്കോട്ടിനെ വിശദീകരിച്ചതാണ്. എന്തിന്? പ്രതീകം അല്ലെങ്കിൽ ചിഹ്നം. ഫോർ അമുൽ ബട്ടർ, എന്തിനു വേണ്ടി? അമുൽ ബട്ടറിന്. സം ഫേമസ് അഡ്വർടൈസ്മെൻറ്റ് ലൈൻസ് ഫോർ അമുൽ ആർ. അമൂലിൻ്റെ വളരെ പ്രശസ്തമായ വരികൾ, പരസ്യത്തിൻ്റെ വരികൾ ഇങ്ങനെയൊക്കെ ആകുന്നു. അറ്റർലി ബട്ടർലി ഡിലീഷ്യസ് അമൂൽ ആൻഡ് ദ അമൂൽ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ രണ്ട് പരസ്യം. അറ്റർലി ബട്ടർലി ഡിലീഷ്യസ് അമൂൽ. അറ്റർലി ബട്ടർലി പറഞ്ഞെങ്കിൽ പൂർണ്ണമായും, അറ്റർലി പൂർണ്ണമായും, അറ്റർലി പൂർണ്ണമായും. ബട്ടർലി പറഞ്ഞെങ്കിൽ ബട്ടർ എന്താ? ബട്ടർ, ബട്ടർ വെണ്ണ അല്ലേ? വെണ്ണ, നെയ്, വെണ്ണ. അറ്റർലി ബട്ടർലി വെണ്ണയാൽ അല്ലേ? ഡിലീഷ്യസ് അമൂൽ, എന്ത്? ഡിലീഷ്യസ്, സ്വാദിഷ്ടമായ അമൂൽ. അറ്റർലി ബട്ടർലി ഡിലീഷ്യസ് അമൂൽ. അത് കേൾക്കുമ്പോൾ ഒരു ക്യാച്ചിങ് ഉണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട് അല്ലേ? ഡെലീഷ്യസ്, സ്വാദിഷ്ടമായ. അതേപോലെ വേറൊരു പരസ്യം, അമൂൽ ദി ടേസ്റ്റ് ഓഫ് ഇന്ത്യ. അമൂൽ ദി ടേസ്റ്റ് ഓഫ് ഇന്ത്യ. അമൂൽ ഇന്ത്യയുടെ ടേസ്റ്റാണ്, ഇന്ത്യയുടെ ടേസ്റ്റ്, ഇന്ത്യയുടെ സ്വാദ്. ഓക്കെ അല്ലേ? മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ അല്ലേ? അങ്ങനെ പറയില്ലേ? ഓക്കെ, ഇനി we all know that butter and many other products are made from milk. നമുക്ക് എല്ലാവർക്കും അറിയാം ബട്ടർ, വെണ്ണ, വെണ്ണ, നെയ്യ് അല്ലേ? ആൻഡ് മെനി അതർ പ്രൊഡക്ട്സ്, അതേപോലെ ഒരുപാട് മറ്റു ഉൽപ്പന്നങ്ങളും ആർ മെയ്ഡ് ഫ്രം മിൽക്ക്, പാലിൽ നിന്നാണ് ഉണ്ടാക്കപ്പെടുന്നത്. ക്യാൻ യു തിങ്ക് ഓഫ് സം മോർ ഇൻട്രസ്റ്റിംഗ് ജിംഗിൾസ് ഓർ ക്യാച്ചി സ്ലോഗൻസ് ഓർ അഡ്വർടൈസ്മെൻറ്റ് ലൈൻസ് ഫോർ മിൽക്ക്, ബട്ടർ, ഘീ ഓർ കേഡ്സ്? ക്യാൻ യു തിങ്ക് ഓഫ്, നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? സം മോർ ഇൻട്രസ്റ്റിംഗ് ജിംഗിൾസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് മീൻസ് വളരെ ഉത്സാഹമുണ്ടാക്കുന്ന, ആവേശമുണ്ടാക്കുന്ന ജിംഗിൾസ്. ജിംഗിൾസ് എന്ന് പറഞ്ഞാൽ പരസ്യപ്പാട്ട്. ഓക്കെ, പരസ്യഗാനം. ഇപ്പോൾ ഇവിടെ അറ്റർലി ബറ്റർലി ഡിലീഷ്യസ് അമൂൽ എന്നുള്ള പോലെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പരസ്യഗാനം, ജിംഗിൾ, പരസ്യഗാനം. ഓർ ക്യാച്ചി സ്ലോഗൻസ്, അല്ലെങ്കിൽ ആകർഷകമായ മുദ്രാവാക്യം. സ്ലോഗൻ, മുദ്രാവാക്യം. ക്യാച്ചി പറഞ്ഞെങ്കിൽ ആകർഷകമായ, അട്രാക്റ്റീവ്. ഇങ്ങനെ ആകർഷകമായ മുദ്രാവാക്യങ്ങൾ നിനക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? ഓർ അഡ്വർടൈസ്മെൻറ്റ് ലൈൻസ് ഫോർ മിൽക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യ വരികൾ. ഫോർ മിൽക്ക്, പാലിൻ്റെയോ, അല്ലെങ്കിൽ ബട്ടർ, വെണ്ണയുടെയോ, ഗീ, നെയ്യിൻ്റെയോ, ഓർ കേഡ്സ്. കേഡ്സ് പറഞ്ഞെങ്കിൽ നമ്മളെ എന്ത്? തൈരുകൾ, തൈര്, മോര് തൈര്, അതിനെല്ലാം കേഡ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എന്തിൻ്റെങ്കിലും വരികൾ, പരസ്യത്തിൻ്റെ വരികൾ നിനക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. റൈറ്റ് ദം ഡൗൺ, അവയെ നീ താഴെ എഴുതി വെക്കൂ. യു ക്യാൻ ഈവൻ ട്രൈ സെൻഡിങ് ദം ടു ദി ചെയർമാൻ പ്രസിഡന്റ് അമുൽ ഡയറി ബൈ ഇമെയിൽ. നിനക്ക് വേണമെങ്കിലൊന്നും എന്താക്കുക, ഇമെയിലായിട്ട് നമ്മളെ അമുൽ ഡയറിയുടെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റിനെ അതൊന്ന് അയച്ച് രസമായിട്ട് ആക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ലേറ്റസ്റ്റ് റീഡ് ദി ടെക്സ്റ്റ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. അതിന് മുമ്പ്, വിത്ത് സർദാർ വല്ലഭായ് പട്ടേൽസ് സ്ട്രോങ് സപ്പോർട്ട്, ദി കാറ്റിൽ ഫാമേഴ്സ് ഓഫ് ഗുജറാത്ത് വെർ ബ്രോട്ട് ടുഗദർ ഇൻ എ കോപ്പറേറ്റീവ് ഗ്രൂപ്പ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ശക്തമായ സപ്പോർട്ട് കാരണം ഗുജറാത്തിലെ ക്ഷീര കർഷകർ, കാറ്റിൽ ഫാമേഴ്സ് ആണെങ്കിൽ കന്നുകാലി കർഷകർ, ബ്രോട്ട് ടുഗദർ ഇൻ എ കോപ്പറേറ്റീവ് ഗ്രൂപ്പ്, പരസ്പര സഹകരണ കൂട്ടായ്മയുടെ കീഴിലേക്ക് കൊണ്ടുവരപ്പെട്ടു.
അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിക്കുന്ന വലിയൊരു കൂട്ടമായി. അതുവരെ എന്തായിരുന്നു, പാവപ്പെട്ട കർഷകരെ മധ്യവർഗം അല്ലെങ്കിൽ പണക്കാർ വർഗങ്ങളൊക്കെ പരമാവധി ചൂഷണം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാലാകാലങ്ങളോളം അവർക്ക് അഭിവൃദ്ധിയൊന്നുമില്ലാതെ ദരിദ്രരായി കഴിയേണ്ടി വന്നത്. ഈ ഒരു പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം നൽകാൻ വേണ്ടി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ എന്താക്കി, അവരെ പരസ്പരം സഹകരിക്കുന്ന ഒരു യൂണിറ്റായി, ഒരു ഒറ്റ സംഘടനയായി കൊണ്ടുവന്നു. ദിസ് നോട്ട് ഓൺലി ഇംപ്രൂവ്ഡ് ദെയർ ലീവ്സ് എലോട്ട്, ഇത് അവരുടെ ജീവിതത്തെ ഒരുപാട് ഇംപ്രൂവ് പറഞ്ഞെങ്കിൽ നേരത്തെ പറഞ്ഞത് പുരോഗമിക്കുക അല്ലേ, അഭിവൃദ്ധിപ്പെടുക. അവരുടെ ജീവിതം ഒരുപാട് അഭിവൃദ്ധിപ്പെടുത്തി എന്ന് മാത്രമല്ല, but also led to the setting up of one of the India's most successful industries. അത് എന്തിലേക്ക് നയിച്ചു? ലീഡ്, LEAD past LED, led, നയിച്ചു, ലീഡ് പാസ്റ്റ് ലെഡ്, to the setting up, ഉണ്ടാക്കലിലേക്ക്, ഓഫ് വൺ ഓഫ് ഇന്ത്യസ് മോസ്റ്റ് സക്സസ്ഫുൾ ഇൻഡസ്ട്രീസ്, ഇന്ത്യയുടെ ഏറ്റവും വിജയകരമായ ഒരു വ്യവസായത്തിലേക്ക്, ഇന്ത്യയുടെ വിജയകരമായ ഒരു വ്യവസായത്തിലേക്ക് വരെ ഇത് നയിച്ചു. ഓക്കെ, മോസ്റ്റ് സക്സസ്ഫുൾ, ഏറ്റവും വിജയകരമായ ഒരു വ്യവസായം. ഇത് ആൾസോ മെയ്ഡ് ഗുജറാത്ത് വൺ ഓഫ് ദി റിച്ചസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. അത് ഗുജറാത്തിനെ എന്താക്കുകയും ചെയ്തു, ഇന്ത്യയിലെ ഏറ്റവും അഭിവൃദ്ധിയുള്ളതും അതേപോലെ പുരോഗമനം കൈവരിച്ചതുമായ ഒരു സ്റ്റേറ്റാക്കി മാറ്റി. ഓക്കെ, ഈ ഡയറി കാരണം, ഈ ഒരു എന്ത് കാരണം, ഡയറി എന്ന് പറഞ്ഞെങ്കിൽ പാല് തന്നെ കേട്ടാ അർത്ഥം. ഓക്കെ, ഡയറി മിൽക്ക് എന്നല്ല പറയില്ലേ. അപ്പോൾ ഈ ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനം കൈവരിച്ച, ഏറ്റവും അഭിവൃദ്ധിയുള്ള, ഐശ്വര്യമുള്ള ഒരു സംസ്ഥാനമാക്കി ഗുജറാത്തിനെ മാറ്റി. വാട്ട് ഈസ് എ കോപ്പറേറ്റീവ്? എന്താണ് കോപ്പറേറ്റീവ്? ഹൗ ഡസ് ഇറ്റ് വർക്ക്? അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നടപ്പിലാവുന്നത്? റീഡ് ദി സ്റ്റോറി ടു ഫൈൻഡ് ഔട്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റോറി വായിക്കൂ. The people of Gujarat were mostly farmers. They reared cattle but remained poor. Despite their hard work, they always remained in want. The people of Gujarat were mostly farmers. ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളും എന്തായിരുന്നു? കർഷകരായിരുന്നു. They reared cattle, അവർ കന്നുകാലികളെ വളർത്തി, but remained poor, എന്നിട്ടും അവർ ദരിദ്രരായി ബാക്കിയായി. Despite their hard work, അവരുടെ ഈ ഒരു കഠിനാധ്വാനത്തിന് പുറമെ, പുറമെ, they always remained in want, അവർ എല്ലായ്പ്പോഴും ആവശ്യക്കാരായി തന്നെ നിലനിന്നു. ആവശ്യക്കാർ മീൻസ് ദരിദ്രർ. ഇൻ വാണ്ട് ആണെങ്കിൽ ദരിദ്രർ. ഓക്കെ, റിമെയിൻ ഇൻ വാണ്ട് ആണെങ്കിൽ ദരിദ്രനായി ബാക്കിയാവുക. റിമെയിൻ ഇൻ വാണ്ട് എന്ന് പറയും, ചിലപ്പോൾ ഇൻ വാണ്ട്സ് എന്നല്ല പറയും, ദരിദ്രർ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവരെന്നും ദരിദ്രരായി തന്നെ നിലനിന്നു. The poor plight of these farmers moved the herds of the Iron Man of India, Sardar Vallabhbhai Patel. The poor plight of these farmers, ഈ കർഷകരുടെ ഈ ഒരു ദരിദ്രമായ ഈ ഒരു വിധി, ദാരിദ്ര്യം പിടിച്ച വിധി, പ്ലൈറ്റ് ആണെങ്കിൽ വിധി ഇവിടെ. ഓക്കെ, ദ പുവർ പ്ലൈറ്റ്, പരിതാപകരമായ ഈ ഒരു വിധി, ഈ കർഷകരുടെ വിധി, മൂവ്ഡ് ദി ഹേർട്ട് ഓഫ് ദി അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഉരുക്ക് മനുഷ്യനായ ആരുടെ? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചു, ചലിപ്പിച്ചു. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഹി വാസ് ഡിറ്റർമൈൻഡ് ടു ബ്രിങ് പ്രോസ്പെറിറ്റി ഇൻ ടു ദെയർ ലീവ്സ്, അവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാൻ വേണ്ടി ഇദ്ദേഹം തീരുമാനിച്ചുറച്ചിരുന്നു. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞെങ്കിൽ തീരുമാനം അല്ലേ. ഹി വാസ് ഡിറ്റർമൈൻഡ്, അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തിരുന്നു. ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം. പ്രോസ്പെറിറ്റി, ഐശ്വര്യം. സോ ഹി ഡിസൈഡഡ് ടു ഓർഗനൈസ് ദം, അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു. തീരുമാനിക്കുക. ഓക്കെ, ടു ഓർഗനൈസ് ദം, അവരെ സംഘടിപ്പിക്കാൻ. ഇൻ ടു എ കോഓപ്പറേറ്റീവ് ഫോഴ്സ്, ഒരു പരസ്പര സഹകരണ ശക്തിയായി സംഘടിപ്പിക്കാൻ. ആൻഡ് പ്രൊവൈഡ് ദം, അവർക്ക് നൽകാനും. പ്രൊവൈഡ് നൽകാൻ. വിത്ത് സ്റ്റഡി സോഴ്സ് ഓഫ് ഇൻകം, ഒരു വരുമാനത്തിൻ്റെ നല്ലൊരു ഉറവിടം ഉണ്ടാക്കാനും. ഓക്കെ, ഇൻകം വരുമാനം, സ്റ്റഡി സോഴ്സ് ആണെങ്കിൽ സോഴ്സ് ഉറവിടം, സ്റ്റഡി ആണെങ്കിൽ സ്ഥായിയായ. ഓക്കെ, അതാണ് നല്ലത്.
അപ്പോൾ സ്റ്റഡി സോഴ്സ് പറഞ്ഞെങ്കിൽ സ്റ്റഡി STEADY അല്ലേ, വായിക്കൽ സ്റ്റഡി ആണെങ്കിലും മറ്റ് സ്പെല്ലിംഗ് അല്ല, പഠിക്കുക STU അല്ലേ, STEADY സ്റ്റഡി. സ്റ്റഡി പറഞ്ഞെങ്കിൽ സ്ഥായിയായ സോഴ്സ് ഓഫ് ഇൻകം, വരുമാനത്തിൻ്റെ ഉറവിടം. പ്രൊവൈഡ് നൽകുക. ദിസ് ടാസ്ക് വാസ് അസൈൻഡ് ടു, ഈ ഒരു ചുമതല ഈ സർദാർ വല്ലഭായ് പട്ടേൽ ആരെ ഏൽപ്പിച്ചു? അസൈൻ, ASSIGN, അസൈൻഡ് ഏൽപ്പിക്കുക. ടു മിസ്റ്റർ ത്രിഭുവൻ ദാസ് പട്ടേൽ, ത്രിഭുവൻ ദാസ് പട്ടേൽ എന്ന ആൾക്കാണ് ഏൽപ്പിച്ചത്. ഹി യുണൈറ്റഡ് ദ ഡിസോർഗനൈസ്ഡ് ഫാർമേഴ്സ്, ഓക്കെ, അസംഘടിതരായി നിന്നിരുന്ന കർഷകരെ ഇദ്ദേഹം എന്ത് ചെയ്തു? യുണൈറ്റഡ്, അവരെ ഏകോപിപ്പിച്ചു. ആൻഡ് സ്റ്റാർട്ടഡ് എ കോഓപ്പറേറ്റീവ് ഡയറി യൂണിറ്റ്, പരസ്പരം സഹകരിക്കുന്ന ഒരു ഡയറി യൂണിറ്റ്, ഒരു പാലിൻ്റെ ഒരു സംഘടന ഇദ്ദേഹം തുടങ്ങി. ഓക്കെ, ഡയറി യൂണിറ്റ് ആണെങ്കിൽ പാലിൻ്റെ സംഘടന. ഡയറി, ഈ പാലിൻ്റെ സ്പെല്ലിംഗ് DAIRY എന്നാണ്, ഡയറി. പിന്നെ മറ്റേ ഡയറി, നമ്മൾ എഴുതുന്ന ഡയറി അല്ലേ, ബുക്ക് ഡയറി, അതിൻ്റെ സ്പെല്ലിംഗ് DIARY. ഓക്കെ, തെറ്റാൻ പാടില്ല. ദി സിസ്റ്റം ഓഫ് കോഓപ്പറേറ്റീവ് എഫേർട്ട് എലിമിനേറ്റഡ് ദ മിഡിൽ മെൻ, ഈ ഒരു വ്യവസ്ഥ ഓഫ് കോഓപ്പറേറ്റീവ് എഫേർട്ട്, ഈ പരസ്പര സഹകരണത്തിൻ്റെ ഈ ഒരു വ്യവസ്ഥ, കോഓപ്പറേറ്റീവ് എഫേർട്ടിന് പരസ്പര സഹകരണ പരിശ്രമത്തിലൂടെയുള്ള ഈ ഒരു വ്യവസ്ഥ എലിമിനേറ്റഡ് ദ മിഡിൽ മാൻ, എലിമിനേറ്റഡ് എന്താക്കി? പുറന്തള്ളി. എലിമിനേറ്ററിന് പുറന്തള്ളുക. എലിമിനേഷൻ റൗണ്ട് എന്ന് പറയില്ലേ, ഒരിക്കൽ തോറ്റാൽ തന്നെ പുറത്തു പോകുന്ന റൗണ്ട് അല്ലേ. എലിമിനേറ്റഡ്, അത് പുറന്തള്ളി. ദ മിഡിൽ മാൻ, മധ്യവർഗത്തെ. ഹു ഹറാസ്ഡ്, എങ്ങനെയുള്ള മധ്യവർഗമാണ്? ഹു ഹറാസ്ഡ്, അവർ ഹറാസ്ഡ്, ബുദ്ധിമുട്ടിച്ചു. ഹറാസർ എങ്കിൽ ബുദ്ധിമുട്ടിക്കുക, HARASS, ഹറാസ്, ബുദ്ധിമുട്ടിക്കുക. ഹറാസ്ഡ്, ബുദ്ധിമുട്ടിച്ചു. ആൻഡ് എക്സ്പ്ലോയിറ്റ്, ചൂഷണം ചെയ്തു. ദി ഇഗ്നോറൻറ്റ് ഫാർമേഴ്സ്, അജ്ഞാതരായ, ഒന്നും അറിയാതെ പാവപ്പെട്ട കർഷകരെ ചൂഷണം ചെയ്യുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത മധ്യവർഗത്തെ ഈ ഒരു പരിശ്രമം എന്താക്കി? ഈ ഒരു സംഘടന വന്നതുകൊണ്ട് അവരെ നിഷ്പ്രഭരാക്കി, അവരെ സീനിൽ നിന്ന് ഔട്ടാക്കി. ബട്ട് ത്രിഭുവൻ ദാസ് പട്ടേൽ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കോമ്പീറ്റ് വിത്ത് ബ്രിട്ടീഷ് ഡയറി ഇൻ മുംബൈ. ഇതേ സമയത്ത് തന്നെ മുംബൈയിൽ പ്രവർത്തിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു പാൽ കമ്പനിയോട് മത്സരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് ത്രിഭുവൻ ദാസ്, ആരാണ് ത്രിഭുവൻ ദാസ്? സർദാർ വല്ലഭായ് പട്ടേൽ ഏൽപ്പിച്ച ആളാണ് അല്ലേ, ഈ സംഘടനയ്ക്ക് വേണ്ടി, ഈ പാൽ യൂണിറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. കോമ്പീറ്റ് ആണെങ്കിൽ കോമ്പറ്റീഷൻ എന്നല്ല പറയില്ലേ, കോമ്പീറ്റ്, മത്സരിക്കുക. നോക്കോ, ഒരു പാരാഗ്രാഫും കൂടി നോക്കോ. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇറ്റ് വാസ് കൈൻഡ് പ്രൊവിഡൻസ് ദാറ്റ് ബ്രോട്ട് എ യങ് എനർജറ്റിക് ഇന്റലിജന്റ് ആൻഡ് ആംബിഷ്യസ് ഇന്ത്യൻ എഞ്ചിനീയർ ട്രെയിൻഡ് ഇൻ അമേരിക്ക ടു വർക്ക് അറ്റ് ദ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആനന്ദ്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, ഈ സമയത്ത്, ഈ സമയത്ത്, അതൊരു പ്രയോഗമാണ്, പഠിച്ചു വെച്ചോ. നമ്മൾ ലേഖനം ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതുമ്പോൾ ഉപകരിക്കും. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, ഈ ഒരു സമയത്ത്. ഇത് മാത്രമല്ല, ഇങ്ങനെ വരുന്ന ഒരുപാട് യൂസേജസ് ഉണ്ടാവും, അതെല്ലാം എഴുതി വെക്കൽ വളരെ നല്ലതായിരിക്കും, നമ്മൾ ഇംഗ്ലീഷിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കും. ഈ ഒരു സമയത്ത് ഇറ്റ് വാസ് കൈൻഡ് പ്രൊവിഡൻസ്, അതൊരു നല്ലൊരു ദയുള്ള ഈശ്വരേച്ഛ. പ്രൊവിഡൻസ് ഉണ്ടെങ്കിൽ ദൈവേച്ഛ എന്ന് പറയില്ലേ, ദൈവാധീനം. വേറെ അർത്ഥത്തിലുള്ള വിധി, നല്ലൊരു വിധിയായിരുന്നു. കൈൻഡ് ഉണ്ടെങ്കിൽ നല്ലൊരു ദയുള്ള, ഒരു നല്ലതായ ഒരു പ്രൊവിഡൻസ്, എന്തായിരുന്നു? വിധിയായിരുന്നു, ദൈവാധീനമായിരുന്നു. ദാറ്റ് ബ്രോട്ട്, എന്താണ് വിധി? ബ്രോട്ട്, അത് ആ വിധി കൊണ്ടുവന്നു. എ യങ് എനർജറ്റിക്, ഒരു ചെറുപ്പക്കാരനായ, എനർജറ്റിക് ആണെങ്കിൽ ആവേശഭരിതനായ, ഇൻ്റലിജൻറ്റ്, ബുദ്ധിമാനായ, ആൻഡ് ആംബീഷ്യസ്, ഉത്കടമായ ആഗ്രഹമുള്ള ഇന്ത്യൻ എഞ്ചിനീയർ, ഒരു ഇന്ത്യക്കാരനായ എഞ്ചിനീയറെ കൊണ്ടുവന്നു. ട്രെയിൻഡ് ഇൻ അമേരിക്ക, അമേരിക്കയിൽ പരിശീലനം നൽകപ്പെട്ട. ആംബീഷ്യസ് ആണെങ്കിൽ ആഗ്രഹമുള്ള, ഒരു കാര്യം ചെയ്യാൻ അമിതമായ തൽപരനായ. ഓക്കെ, ആംബീഷ്യസ്, തൽപരനായ. ടു വർക്ക് അറ്റ് ദ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ആനന്ദ്, ഇന്ത്യയിലെ പാലിൻ്റെ ഗവേഷണ സ്ഥാപനമായ ആനന്ദ് എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യങ്ങായിട്ടുള്ള, അതേപോലെ ബുദ്ധിമാനായ, അതിസമർത്ഥനായ, എല്ലാ കാര്യങ്ങളിലും അതീവ തൽപരനായ, ഭയങ്കര ആവേശമുള്ള ഒരു ചെറുപ്പക്കാരനെ കിട്ടി. ത്രിഭുവൻ ദാസ് sought this clever young man's assistance.
ത്രിഭുവൻദാസ് എന്താക്കി, ഈ ഒരു ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ്റെ സഹായം തേടി. സീക്ക്, SEEK, സീക്ക് അതിൻ്റെ പാസ്റ്റാണ് സോട്ട്, SOUGHT, സീക്ക് പാസ്റ്റ് സോട്ട്, തേടുക. അസിസ്റ്റൻസ്, സഹായം. ദിസ് യങ് മാൻ വാസ് നൺ അതർ ദാൻ വർഗീസ് കുര്യൻ. ഈ ചെറുപ്പക്കാരൻ മറ്റാരുമായിരുന്നില്ല, ആരായിരുന്നു? വർഗീസ് കുര്യൻ ആയിരുന്നു. ഹി ഹെൽപ്ഡ് ത്രിഭുവൻദാസ് ടു സെറ്റപ്പ് എ പ്രോസസ്സിംഗ് പ്ലാന്റ്. അദ്ദേഹം സഹായിച്ചു ത്രിഭുവൻദാസിനെ ടു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയ പ്രോസസ്സിംഗ് പ്ലാന്റ്, ഒരു അതിൻ്റെ നടപടിക്രമങ്ങൾ. പ്രോസസ്സിംഗ് പ്ലാന്റ് നടപടിക്രമങ്ങൾ ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അതെന്താക്കി, ത്രിഭുവൻദാസിനെ അദ്ദേഹം സഹായിച്ചു. ഓക്കെ, ദിസ് മാർക്ക്ഡ് ദി ബർത്ത് ഓഫ് അമുൽ ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഈ ഒരു സംഭവം മാർക്ക്ഡ്, അടയാളപ്പെടുത്തി, ദി ബർത്ത് ഓഫ് അമുൽ എന്ന മഹത്തായ കമ്പനിയുടെ ജന്മം. ഓക്കെ, ജന്മത്തെ അടയാളപ്പെടുത്തി. ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. പിന്നെ ഉണ്ടായതൊക്കെ ചരിത്രമായിരുന്നു. പിന്നീട് ശരവേഗത്തിലായിരുന്നു ഈ ഒരു കമ്പനിയുടെ, ഈ ഒരു കൂട്ടായ്മയുടെ വളർച്ച. ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ബാക്കിയുള്ളതൊന്നും പറയണ്ട, അതൊരു പ്രയോഗമാണ്. ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി, ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ബാക്കിയുള്ളൊന്നും പറയണ്ട. ഇതൊരു ഇങ്ങനെ ഒരു തുടക്കം ഉണ്ടായി, പിന്നെ ഒന്നും പറയണ്ട. പിന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായിരുന്നു ഇതിൻ്റെ പുരോഗമനം, ഇതിൻ്റെ അഭിവൃദ്ധിയൊക്കെ ഉണ്ടായത്. ഷാൾ വി ട്രേസ് ദ ഹിസ്റ്ററി ആൻഡ് ദ മാൻ ഹൂ മേഡ് ദിസ് ഹിസ്റ്ററി. ഷാൾ വി ട്രേസ്, നമുക്കൊന്ന് പരിശോധിച്ചാലോ? ദ ഹിസ്റ്ററി, ട്രേസ് പരിശോധിക്കുക. സാധാരണ CBI എല്ലോ ചിലപ്പോൾ അവർ ക്രൈംസിലിങ്ങനെ പരിശോധിക്കുമ്പോൾ പറയുന്ന വാക്കാണ് ട്രേസ്, അല്ലേ? കുറേ തെളിവുകളെല്ലാം ഇങ്ങനെ ട്രേസ് ചെയ്യുക, തെളിവിൻ്റെ ബാക്കിൽ പോയിട്ട് കുറ്റത്തിലേക്ക് എത്തൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബാക്കിൽ പോയിട്ട് പരിശോധിക്കാം. എന്ത്? ദ ഹിസ്റ്ററി, ഈ ഒരു ചരിത്രം. ആൻഡ് ദ മാൻ ഹൂ മേഡ് ദിസ് ഹിസ്റ്ററി, ഈ ചരിത്രം ഉണ്ടാക്കിയ മനുഷ്യനെ നമുക്ക് പരിശോധിക്കാം. ഇറ്റ് ടെൽസ് ഹൗ ഹീ സ്ട്രോവ് incessantly in order to expand Amul milk unit. It also tells us about how through his relentless efforts the dream of Vallabhbhai Patel was fulfilled. Okay, അതും കൂടി വായിച്ചിട്ട് നമുക്ക് it tells how he strove incessantly. ഇറ്റ് ടെൽസ്, ഈ ചരിത്രം, ഈ ഒരു വായന നമ്മോട് പറഞ്ഞു തരുന്നു. ഹൗ, എങ്ങനെയാണ്, ഹി സ്ട്രൈവ്, STRIVE, സ്ട്രൈവ് പാസ്റ്റ് സ്ട്രോവ് പറഞ്ഞെങ്കിലേ അധ്വാനിക്കുക. എങ്ങനെയാണ് അദ്ദേഹം അധ്വാനിച്ചത്? ഇൻസെസൻ്റ്ലി പറഞ്ഞെങ്കിൽ അനവരതമായി, ഇടതടവില്ലാതെ. ഇൻസെസൻ്റ്ലി പറഞ്ഞെങ്കിൽ ഇടതടവില്ലാതെ. ഇൻ ഓർഡർ ടു എക്സ്പാൻഡ്, എന്തിനു വേണ്ടി? വികസിപ്പിക്കാൻ വേണ്ടി. എക്സ്പാൻഡ്, വികസിപ്പിക്കുക. ഇൻ ഓർഡർ ടു, അതിന് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി, അതിന് വേണ്ടി ഇൻ ഓർഡർ എന്ന് പറയലുണ്ട്. ഓക്കെ, ഇൻ ഓർഡർ ടു, അതും എഴുതിക്കുവാണെങ്കിൽ ഇൻ ഓർഡർ ടു ചെയ്യാൻ വേണ്ടി, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. എക്സ്പാൻഡ്, വികസിപ്പിക്കാൻ വേണ്ടി. അമുൽ മിൽക്ക് യൂണിറ്റ്, അമുൽ മിൽക്ക് സംഘടന വികസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇടതടവില്ലാതെ എങ്ങനെയാണ് പരിശ്രമിച്ചതെന്ന് ഈ കഥ പറഞ്ഞു തരും. ഇത് ആൾസോ ടെൽസ് us, അത് നമ്മളോട് പറഞ്ഞു തരും. അബൌട്ട്, എന്തിനെക്കുറിച്ച്? ഹൗ ത്രൂ ഹിസ് റിലൻലെസ് എഫേർട്സ്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കർക്കശമായ പരിശ്രമങ്ങളിലൂടെ, എഫേർട്ട് പരിശ്രമം, റിലൻ്റർനെങ്കിൽ ദയ, അനുകമ്പ എന്നൊക്കെയാണ്. അപ്പോൾ റിലൻലെസ് എന്ന അനുകമ്പയില്ലാതെ, കർക്കശമായ. ദ ഡ്രീം ഓഫ് വല്ലഭായ് പട്ടേൽ വാസ് ഫിൽഡ്, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്വപ്നം ഫുൾഫിൽഡ്, പൂർത്തീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമുക്കിതിലൂടെ നോക്കാം. ഓക്കെ, ഇന്ന് മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.